ഒരുപാട് പോലീസ് മർദ്ദനം ഏറ്റിട്ടുള്ള ആളാണെന്നറിയാം. അപ്പോൾ പാലാ ലോക്കപ്പിൽ വെച്ചിട്ട് മരിച്ചുപോയി എന്നുള്ള ഒരു ന്യൂസ് വരികയും അവിടെ നിന്ന് കോലപ്പൻ എന്ന് പറഞ്ഞൊരു കള്ളൻ അങ്ങേ രക്ഷിച്ച് ആശുപത്രിയിലാക്കിയെന്ന് പറയുന്നു. പിന്നീട് ഈ കോലപ്പനെ കണ്ടിട്ടുണ്ടോ? പിന്നീട് മൊയ്തീനായതിനു ശേഷം കോലപ്പനെ കാണാനിടയായിട്ടില്ല. കോലപ്പനാകട്ടെ ജയിലിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ ഞാനുമായിട്ട് അവിടെ പാലാ ലോക്കപ്പിൽ കഴിയുമ്പോൾ തന്നെ 42 കേസിലെ പ്രതിയാണ്. മോഷണം ഒരു സ്ഥിരമായിട്ടുള്ള കലയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നയാളായിരുന്നു. ആ തരത്തിലുള്ള കേസുകളാണ്. അവിടെ ബജറ അന്ന് ഭക്ഷണത്തിന് തന്നുകൊണ്ടിരുന്നതിനെതിരായിട്ട് ലോക്കപ്പിൽ കഴിയുമ്പോൾ ഭക്ഷണം ബഹിഷ്കരിച്ചുകൊണ്ടുള്ളൊരു സമരത്തിന് ഞാനുണ്ടായിരുന്നപ്പോൾ ശ്രമിച്ചതുകൊണ്ട് 5-6 ദിവസം കഴിഞ്ഞ് പട്ടിണി കിടന്നപ്പോൾ ഒരു ഭക്ഷണം മാറ്റാനിടയായി. അത് തടവുകാർക്കാകെ സഹായമായതിനെ തുടർന്ന് തടവുകാർക്കെല്ലാം എന്നോട് പ്രത്യേക സ്നേഹം ഉണ്ടാകുകയും കോലപ്പൻ ഓരോ മർദ്ദനവും കഴിഞ്ഞിട്ട് ലോക്കപ്പിനകത്താക്കുമ്പോൾ അയാൾ അടി കൊണ്ടതിന് ശേഷം പുരട്ടാനും മറ്റൊക്കെ വേണ്ടിയിട്ട് എണ്ണ നല്ല ചൂടാക്കി കുപ്പികളിൽ വെച്ചിട്ടുള്ളത് എൻ്റെ ശരീരത്തെ മർദ്ദനം ഏറ്റിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തടവുകയും അങ്ങനൊരു നിരന്തര സൗഹൃദ ബന്ധം അയാളുമായിട്ടുണ്ടായിരുന്നു. ഈ പ്രത്യേക ദിവസം കാലിൽ ക്രൂരമായ മർദ്ദനത്തിന് ശേഷം കാലിൽ ബാനറ്റ് കുത്തി രക്തമെല്ലാം വാർന്നൊലിച്ച് ജയിലിനകത്തും പുറത്തുമായിട്ടൊക്കെ വീണപ്പോൾ അൺകോൺഷ്യസായി അനങ്ങാതായപ്പോഴാണ് അവർ മരിച്ചു കാണുമെന്ന് കരുതി കാട്ടിലേക്ക് കളയാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഏമാന്മാരുടെ കൂടെ ഞാനും കൂടെ കയറാം, പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഞാനും കൂടെ സഹായിക്കാമെന്നും പറഞ്ഞ അയാൾ ജീപ്പിൽ കയറുകയും കുറേ മുന്നോട്ട് ഓടി കഴിഞ്ഞപ്പോൾ ശ്വാസോച്ഛ്വാസമായി തോന്നുന്നതായി കാണുകയും ഏമാനെ ആശുപത്രിയിൽ കൂടെ ഒന്ന് കൊണ്ടുപോയി നോക്കിയതിന് ശേഷം ഫലമില്ലെങ്കിൽ കാട്ടിക്കളയായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് മദ്യപിച്ച് മതോന്മത്തരായിരുന്നവരാണ് പോലീസുകാരെങ്കിലും അവർ അത് കേട്ട് എന്നാൽ പിന്നെ ആശുപത്രിയിലേക്ക് പല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുകയും അവിടെ ഇറക്കിയതിന് ശേഷം ഡോക്ടർ ഇവരെല്ലാം ഒരുപാട് വെള്ളം പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്യുകയും അഡ്മിഷന് ശേഷമുള്ള ചികിത്സ തുടങ്ങിയപ്പോൾ പോലീസുകാർ 1-2 പേര് പുറത്തു നിന്നോളൂ, ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നഴ്സുമാരും മറ്റുമൊക്കെ ഉണ്ട്, നിങ്ങൾ കൂടുതലൊന്നും അടുത്ത് നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ കോലപ്പനും കൂടെ സാറും ഞാനും ഇങ്ങനെ ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി നിന്നോളാമെന്ന് പറഞ്ഞിട്ട് അയാളും കൂടെ നിന്നു. ആ പോലീസും അനുവദിച്ചു, ഡോക്ടറും അനുവദിച്ചു. അങ്ങനെ അയാളുടെ ശുശ്രൂഷയും പിന്നീടുണ്ടായി. ഈ പോലീസ് അസോസിയേഷൻ തന്നെ ഒരുപാട് സഖാവിനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ പേരിൽ മാപ്പ് ചോദിക്കുകയും ഉണ്ടായല്ലോ. അപ്പോൾ അന്ന് മർദ്ദിച്ച ഏതെങ്കിലും പോലീസുകാരെ പിൽക്കാലത്ത് കാണുകയോ എന്തെങ്കിലും തരത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? അതിൽ പോലീസുകാരെ പിന്നീട് കാണാനിടയായിട്ടില്ല. 2 പേരെ, 2 സബ് ഇൻസ്പെക്ടർമാരെ കാണാനിടയായി. അതിലൊരാൾ ഞാൻ ആലപ്പുഴ സബ് ജയിലിൽ കഴിയുമ്പോൾ ടൈഫോയിഡ് പിടിപെട്ട് 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ജയിലിൽ വന്നപ്പോൾ അവിടെ എമ്മെനും വരികയും ജയിലിലെ മർദ്ദനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ഒരു 12 ദിവസമായിട്ട് നിരാഹാര സമരം നടത്തുകയും നിരാഹാര സമരത്തിൻ്റെ ഇടയിൽ ഒത്തുതീർപ്പുണ്ടായി. ഖാദറിന് സ്ഥലം മാറ്റാം, മർദ്ദനം ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞതനുസരിച്ച് നിരാഹാര സമരം അവസാനിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവം. അപ്പോൾ അതിനെ പോലീസുകാരും
ഫാദർ വ്യാഖ്യാനിച്ചത്, കമ്മ്യൂണിസ്റ്റുകാരല്ലേ, അയാൾ പോകുന്നതിലുള്ള സന്തോഷം കൊണ്ട് അയാളെ കളിയാക്കാൻ വേണ്ടിയിട്ട് കൂവിയതാണ് എന്നെടുത്തിട്ട് മുറികൾ ഓരോന്നും തുറന്നിട്ട് ഉള്ള തടവുകാരെ ആകെ റിസർവ് ക്യാമ്പിൽ നിന്ന് പോലീസുകാർ വന്ന് അടി തുടങ്ങി. അങ്ങനെ അടി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞിരുന്ന റൂമിൽ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലൊരു സെറ്റ് വന്ന് പിടിച്ചിറക്കി. ആദ്യം 2 ചെവി അടച്ചുകൊണ്ട് ഒരു അടിയടിച്ചതിന് ശേഷം മുതുകിനെ ഒരു ഇടിച്ചപ്പോഴേക്ക് പോലീസുകാരും തടവുകാരും പറഞ്ഞിപ്പം ടൈഫോയിഡും കഴിഞ്ഞ് കൊണ്ടുവന്നയാളാണ്, മരിച്ചുപോയാൽ താൻ ഉത്തരം പറയേണ്ടി വരും, സാർ ഉത്തരം പറയേണ്ടി വരുമെന്ന് പോലീസുകാരും മറ്റാളുകളും പറഞ്ഞുടനെ തുറന്നാൽ നിർത്തി. അങ്ങനെ ഒരാൾ 57 ഗവൺമെൻറ് വന്നതിന് ശേഷം, അന്ന് ഞാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് തിരുവനന്തപുരത്ത് എസ് കുമാരൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 പേരും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർമാരായതുകൊണ്ട് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ നയസമീപനങ്ങളെ, EMS ഗവൺമെൻറ് നയസമീപനങ്ങളെ സംബന്ധിച്ചെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകണമെന്നുള്ള അടിസ്ഥാനത്തിൽ അവിടെ ക്യാമ്പ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കാലത്തെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടിയുടെ സ്റ്റേറ്റ് നേതാവും കോട്ടയം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുമായ CS ഗോപാലപിള്ളയുടെ കത്തുമായിട്ട് ഇയാൾ കയറി വരുന്നു. ഒരു പ്രൊമോഷൻ്റെ ആണ് ആവശ്യം. എന്നെ കണ്ട് ചിരിച്ചു. എനിക്ക് ചിരി വന്നില്ല. ഉടനെ അയാൾ ലഭ്യനായി. കണ്ടപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ കുറേ കാലം അവിടെ കിടന്നല്ലേ, അതുമല്ല നല്ല അടിയും കൊണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ചിരിച്ചു. ആരുടെ നോക്കാമെന്ന് പറഞ്ഞ് അയാളെ യാത്ര അയച്ചു. അപ്പോൾ 57 ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുമ്പോൾ 9 സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ 8 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതിനുശേഷം CPIയും CPMും രണ്ടായപ്പോഴും CPM കെട്ടിപ്പടുത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ചരിത്രപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് സഖാവാണ്. അത് ആരെങ്കിലുമൊക്കെ മറക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, അതെല്ലാം തന്നെ അറിയാവുന്ന ആളുകൾ അറിയാവുന്ന ആളുകൾ പലരും ജീവിച്ചിരിപ്പില്ല.